നമസ്കാരം. ബംഗ്ലാദേശിൽ പ്രക്ഷോഭം കത്തിപ്പടരുന്നു. പ്രക്ഷോഭത്തിൽ ഇതുവരെ 105 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി സ്ഥാപനങ്ങൾ അക്രമികൾ തീവച്ചു. നിരവധി സ്ഥാപനങ്ങളും വാഹനങ്ങളും തല്ലിത്തകർത്തു. ബംഗ്ലാദേശ് മറ്റൊരു അരക്ഷിതാവസ്ഥയുടെ ഭീകരമുഖമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഒപ്പം പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനായിട്ട് പോലീസ് തെരുവോരങ്ങളിൽ രംഗത്തുണ്ട്. യുവാക്കളാണ് പ്രക്ഷോഭം നടത്തുന്നത്. സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസമായി ബംഗ്ലാദേശിൽ കടുത്ത പ്രക്ഷോഭമാണ് നടക്കുന്നത്. അരക്ഷിതാവസ്ഥയുടെ ആശങ്കയുടെ മറ്റൊരു മുഖമാണ് ബംഗ്ലാദേശിൽ നിന്ന് ദൃശ്യമാകുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ 100-ലധികം പേർ മരിച്ചതോടെ രാജ്യത്ത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭം നിയന്ത്രിക്കാൻ സൈന്യത്തെ വിന്യസിച്ചതായും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് സൈന്യം ക്രമസമാധാന ചുമതല ഏറ്റെടുത്തത്. സുരക്ഷാ സേനയും പ്രക്ഷോഭകാരികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 2500-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ട്. തലസ്ഥാന നഗരമായ ധാക്കയിൽ മാത്രം 52 പേർ മരിച്ചതായിട്ടാണ് സൂചന. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയെ നേരിടും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 71-ലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്തണം എന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൂടി പ്രക്ഷോഭത്തിൻ്റെ വിഷയമായി മാറിയിട്ടുണ്ട്. ഒപ്പം ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയ പ്രശ്നമായും തീർന്നിരിക്കുന്നു. പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയാണ്. സർവകലാശാലകളും വിദ്യാലയങ്ങളും അടയ്ക്കുകയും ഹോസ്റ്റലുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിവാക്കുകയും ചെയ്തതോടെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങിവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ 300-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ്, ഹരിയാന, മേഘാലയ, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് തിരികെ എത്തിയത്. ത്രിപുര, മേഘാലയ അതിർത്തികൾ വഴിയാണ് ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഏതാണ്ട് 15,000-ഓളം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിൽ താമസിക്കുന്നത്. ഇതിൽ 8,500 പേരും വിദ്യാർത്ഥികളാണ്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ബംഗ്ലാദേശിൽ വിലക്കുണ്ട്. ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇന്ത്യയിലൂടെയാണ് തിരിച്ച് അവരവരുടെ രാജ്യത്തേക്ക് പോകുന്നത്. പ്രക്ഷോഭത്തിനിടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഒരു ജയിൽ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചു. നർസിംഗഡി ജില്ലയിലെ സെൻട്രൽ ജയിലിൽ നിന്നാണ് 100 തടവുകാരെ പ്രക്ഷോഭകാരികൾ ജയിൽ തകർത്ത് മോചിപ്പിച്ചത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം. ഒപ്പം സംവരണ നിയമത്തിൽ വരുത്തിയ മാറ്റം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുതുതലമുറയ്ക്ക് 30% സംവരണം ഏർപ്പെടുത്തിയത് 10% കുറയ്ക്കണമെന്നും മറ്റ് സംവരണങ്ങൾ നിലനിർത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ തെരുവിലിറങ്ങി വൻ പ്രക്ഷോഭം നടക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ വിവിധ മേഖലകളിൽ വലിയ പ്രക്ഷോഭവും മറ്റുമാണ് നടക്കുന്നത്. വാഹനങ്ങൾക്ക് തീയിടുന്നുണ്ട്. ആൾക്കൂട്ടങ്ങളെ ആക്രമിക്കുന്നില്ല. പക്ഷേ സർക്കാർ ഓഫീസുകളും അതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നത്. ഒപ്പം സർക്കാർ വാഹനങ്ങളും വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ശക്തമായി അടിച്ചമർത്താനായിട്ടാണ് ഷെയ്ഖ് ഹസീന സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നത്. സൈന്യം അതിശക്തമായി തന്നെ രംഗത്തുണ്ട്. പലയിടത്തും വെടിവെപ്പ് നടന്നതായുള്ള സൂചനയുണ്ട്. സൈന്യത്തിന് നേരെ കല്ലേറും അതിക്രമവും നടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.